ഗവൺമെന്റ് എംപ്ലോയിയും സെയിൽസുകാരിലും ഇനി ഈ നാട്ടിൽ വളരേണ്ടത് സെയിൽസുകാർ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഫഷനിൽ ഒന്നാണ് സെയിൽസ്. സെയിൽസുകാരന്റെ ഡിമാൻഡ് ലോകത്തൊരു പ്രൊഫഷനും ഇല്ല. നന്നായി സെല്ല് ചെയ്യാൻ കഴിവുള്ള ഒരു സെയിൽസുകാരന് ലോകത്ത് എവിടെയും വേക്കൻസി ഉണ്ട്, എവിടെയും ഡിമാൻഡ് ഉണ്ട്. ഞാൻ പ്രൂവ് ചെയ്യാം. നല്ലൊരു എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, നല്ലൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക, നല്ലൊരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കമ്പനിയിലേക്ക് എന്നിട്ട് ഞാൻ നല്ലൊരു അക്കൗണ്ടന്റ് ആകട്ടോ, നല്ലൊരു എഞ്ചിനീയർ ആകട്ടോ എന്ന് പറഞ്ഞ് വിചാരിക്കുക. അവർ പറയും ഓക്കെ, താങ്കളുടെ CV ഇവിടെ വെച്ചോ, വേക്കൻസി ഉള്ളപ്പോൾ അറിയിക്കാം, അന്നേരം വിളിക്കാമെന്ന് പറയും. യെസ് ഓർ നോ? നിങ്ങളൊരു നല്ല സെയിൽസുകാരനാണെങ്കിൽ ആ കമ്പനി എത്ര പേര് സെയിൽസിൽ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ അവിടെ പോയിട്ട് പറയാണ് എനിക്ക് നല്ല സെയിൽസ് സ്കില്ലുണ്ട്, കസ്റ്റമറുടെ നീഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി സെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. 10 കസ്റ്റമറെ കിട്ടിയാൽ അതിനകത്ത് 7 പേർക്കും പ്രോഡക്റ്റ് വിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, എനിക്ക് ഇവിടെ ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചാൽ അവിടെ 100 സെയിൽസുകാരുണ്ടെങ്കിലും ശരി, അവിടെ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യും. കാരണം സെയിൽസുകാരൻ അവിടെ വന്നാൽ വർക്ക് തുടങ്ങുന്ന അന്നു മുതൽ ആ കമ്പനിയിലേക്ക് വരുമാനം വരിക. സെയിൽ എന്ന ഒറ്റ ഡിപ്പാർട്ട്മെന്റിലേ ഉള്ളൂ കമ്പനിയിലേക്ക് വരുമാനം എത്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും കമ്പനിയിൽ നിന്ന് പൈസ പുറത്തോട്ട് കൊണ്ടുപോവുക. HR പൈസ പുറത്തോട്ട് കൊണ്ടുപോവുക, മാർക്കറ്റിംഗ് പൈസ പുറത്തോട്ട് കൊണ്ടുപോവുക, സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന ടീം പൈസ പുറത്തോട്ട് കൊണ്ടുപോവുക, അക്കൗണ്ടന്റ് പൈസ പുറത്തോട്ട് കൊണ്ട് സാലറി മേടിച്ചോണ്ട് പോവുക. സെയിൽസുകാരനാണ് മാർക്കറ്റിൽ നിന്ന് പൈസ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത്. യെസ് ഓർ നോ? ഏറ്റവും അധികം അഭിമാനത്തോടെ നിൽക്കേണ്ടത് സെയിൽസുകാർ. ഗവൺമെന്റ് എംപ്ലോയിയും സെയിൽസുകാരിലും ഞാൻ തുറന്നു പറയും, ഇനി ഈ നാട്ടിൽ വളരേണ്ടത് സെയിൽസുകാരാണ്. ബിക്കോസ് ഐ ആം എ ഗവൺമെന്റ് എംപ്ലോയി. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ് ഞാൻ, ക്ലർക്കാ. 6 വർഷം ജോലി ചെയ്തു ആർപ്പുക്കര പഞ്ചായത്ത് ഓഫീസിൽ. എന്നിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിറങ്ങി. ഇപ്പൊ സ്വന്തമായിട്ട് സെയിൽസ് നടക്കുക. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഭാര്യയ്ക്ക് ഒരു ഓൺലൈൻ ഒരു ട്യൂഷൻ സെന്ററും തുടങ്ങി. ഞങ്ങൾ 2 പേരും സംരംഭകരാണ്. പഞ്ചായത്തിലെ ഗവൺമെന്റ് എംപ്ലോയി ആയി ഉദ്യോഗസ്ഥനായ അനീഷ് മോഹൻ ഇവിടെ നിൽക്കുന്നു. മാസം 26,500 രൂപ ശമ്പളം മേടിക്കുന്നുണ്ട്. എവിടുന്ന്? നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന ടാക്സിൽ നിന്ന്, നിങ്ങൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. അത് പണിയെടുത്താലും പണിയെടുത്താലും ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. യെസ് ഓർ നോ? ഇന്ന് ഞാൻ സ്വന്തമായ ഒരു സംരംഭകനാണ്. ട്രെയിനിങ് ആണ് പ്രധാനമായിട്ട് ഞാൻ സെല്ല് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. വൈഫിന് ട്യൂഷനും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ 10ഓളം വ്യക്തികൾക്ക് ഇന്ന് ജോലിയും പ്ലസ് റെന്റും മറ്റു കാര്യങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 10 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുന്നുണ്ട്. അവിടെ 26,500 രൂപ മേടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ ഇപ്പം മാസം 1.5 ലക്ഷം രൂപ ഈ നാട്ടിലേക്ക് ഇറക്കുന്നുണ്ട്. ഈ നാടിന് കൂടുതൽ അസറ്റ് സർക്കാർ ഉദ്യോഗസ്ഥനായി നിന്ന് അനീഷ് മോഹനാണോ, നാട്ടിലേക്ക് 10 പേർക്ക് തൊഴിലവസരം കൊടുക്കുന്ന അനീഷ് മോഹനാണോ? തിങ്ക് അബൌട്ട് വെരി സീരിയസ്ലി. ഞാൻ ഒരു ജോലിയും മോശപ്പെടുത്തുമല്ല. എല്ലാ ജോലിക്കും അതിൻ്റെ പ്രത്യേകതകളുണ്ട്, ഭംഗിയുമുണ്ട്. പഠിച്ചിറങ്ങുന്നതിന്റെ വലിയ ശതമാനം കുട്ടികളും ജോലി അന്വേഷിക്കുന്ന ഈ നാട്ടിൽ 32% തൊഴിലില്ലാതെ യുവാക്കൾ നിൽക്കുന്ന നാടാ. നാട് വിട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ എണ്ണം കുത്തനെ കൂടുക. അതിൽ ഏറ്റവും അധികം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്, തിരുവല്ല, ചെങ്ങന്നൂര്. അവിടെ 10 പേർക്ക് തൊഴിൽ നൽകുന്നവരായി ഈ നാട്ടിൽ യഥാർത്ഥ ഹീറോസ്. യെസ് ഓർ നോ?